അള്ളാഹുവിന് ദിക്റ് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന 8 ഗുണങ്ങൾ, 8 നേട്ടങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അക്സറ ദിക്റല്ലാഹി അഹബ്ബഹുല്ലാഹ്. ദിക്റ് അധികരിപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ദിക്റ് ചൊല്ലിയാൽ നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടും. ദിക്റ് നമ്മൾ ധാരാളം ചൊല്ലണം എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ധാരാളം ദിക്റ് ചൊല്ലിയാൽ അള്ളാഹു തആല നമ്മളെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ധാരാളം ദിക്റ് ചൊല്ലുന്നവരാവണം. ഇനി രണ്ടാമത്, നമ്മൾ ദിക്റ് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വ ഇന്നൽ അബ്ദ അഹ്സനു മാ യകൂനു മിനശ്ശൈത്വാൻ. ഒരു അടിമ ശൈത്വാനിൽ നിന്ന് ഏറ്റവും നല്ല സംരക്ഷണത്തിലാകുന്നത് ഇദാ കാന ഫീ ദിക്രില്ലാ, ദിക്റ് ചൊല്ലുമ്പോഴാണ് എന്ന്. അള്ളാഹുവിന് ദിക്റ് ചൊല്ലുമ്പോഴാണ് ശൈത്വാനിൽ നിന്ന് നമ്മൾ നല്ല സംരക്ഷണത്തിലായിട്ട് മാറുന്നത്. കാരണം ദിക്റ് ചൊല്ലുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ പിശാചിന്, ശൈത്വാന് ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് പിശാച് നമ്മളിൽ നിന്ന് അകലുന്ന കാര്യമാണ് ദിക്റ് ചൊല്ലുക എന്നുള്ളത്. അപ്പം തന്നെ നമുക്ക് തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ കഴിയും. തെറ്റായ ചിന്തകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പിശാച് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ദിക്റ് ചൊല്ലുമ്പോൾ അവൻ അകന്നു നിൽക്കും എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തെറ്റായ കാര്യത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ദിക്റ് ചൊല്ലുന്നതിലൂടെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ ഗുണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ അമില ആദമിയുൻ അമലൻ അൻജാലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാ. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, അഥവാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദിക്റ് ചൊല്ലുന്നതിനേക്കാൾ വലിയ ഒരു കർമ്മവും ഒരാളും ചെയ്തിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ഒരു കാര്യമാണെന്ത്? ദിക്റ് ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ ദിക്റ് ചൊല്ലിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിൻ്റെ എല്ലാവിധ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും എന്ന്. ഇനി നാലാമത്തെ ഗുണം എന്താണ്? നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദിക്റ് ചെല്ലുന്നവരോട് പറയപ്പെടും, ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പാപമോചിതരായിട്ട് എഴുന്നേൽക്കുക. എന്നിട്ട് പറയും, ഫഖദ് ബുദ്ദിലത്ത് സയ്യിആത്തിക്കും ഹസനാത്ത്, നിങ്ങളുടെ തിന്മകൾ നന്മകളാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ദിക്റ് ചൊല്ലിയ ആളുകളോട് എന്ത് ചെയ്യും? പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ട് നിങ്ങൾ എഴുന്നേറ്റോളൂ എന്ന് പറയും. കാരണം എന്താ? നിങ്ങളുടെ തിന്മകളൊക്കെ നന്മകളാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറയും എന്ന്. അപ്പോൾ നമ്മൾ ദിക്റ് ചൊല്ലുന്നതിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് കിട്ടി അതൊക്കെ നന്മകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി അഞ്ചാമത്തെ, ദിക്റ് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, സിറാത്ത് പാലത്തിൻ്റെ മുകളിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ദാവൂദ് നബിയോട് ചോദിച്ചിട്ട് പറഞ്ഞു, അൽസിനത്തുഹും റത്ബത്തും മിൻ ദിക്രില്ലാ, നാവ് എൻ്റെ ദിക്റ് കൊണ്ട് പച്ച പിടിച്ചവരാണ് എന്ന്. അങ്ങനെ പറഞ്ഞാൽ ദിക്റ് ചൊല്ലിയവരാണ്, അള്ളാഹുവിന് ധാരാളം ദിക്റ് ചൊല്ലിയവർ
സിറാത്ത് പാലത്തിൻ്റെ മുകളിൽ വേഗത്തിൽ പോകും എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അള്ളാഹു ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സിറാത്ത് പാലത്തിൽ നമുക്കെന്താണ്? രക്ഷയാണ് ദിക്ർ ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ധാരാളം ദിക്ർ ചൊല്ലണം. ഇനി 6ാമത് കിട്ടുന്ന ഗുണം എന്താണ്? നമ്മൾ ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറയാണ്, വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ കൂടുതലായിട്ട് അള്ളാഹുവിന് ദിക്ർ ചൊല്ലണം. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്? നമ്മൾ ധാരാളം അള്ളാഹുവിന് ദിക്ർ ചൊല്ലണം. എന്നാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? അള്ളാഹു പറയാണ്, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം എന്ന്. നിങ്ങൾ വിജയികളാവാൻ കാരണമാണ് എന്ത്? ദിക്ർ ചൊല്ലുക എന്നുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ പുറത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിജയിക്കും. അപ്പോൾ നമ്മൾ വിജയിക്കാൻ കാരണമാണ് ദിക്ർ ചൊല്ലുന്നത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ദിക്ർ ചൊല്ലിയാൽ നിങ്ങൾ വിജയിക്കും എന്ന്. അതുകൊണ്ട് നമ്മൾ ദിക്ർ ചൊല്ലണം. നമുക്ക് രാവിലെ ദിക്ർ ചൊല്ലാം, വൈകുന്നേരം ദിക്ർ ചൊല്ലാം, മുഴുവൻ സമയത്തും നമുക്ക് ദിക്ർ ചൊല്ലാം. ബാത്റൂമിലല്ലാത്ത സമയത്ത് മുഴുവനും നമുക്ക് ദിക്ർ ചൊല്ലാം. അടുക്കളയിൽ നിന്ന് ദിക്ർ ചൊല്ലാം, അതുപോലെ വാഹനം ഓടിക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലാം. ഇങ്ങനെ തുടങ്ങി നമുക്ക് നമ്മുടെ ജീവിതത്തിലുടനീളം ദിക്ർ ചൊല്ലാൻ പറ്റും. നമ്മൾ യാത്രയിലായിരിക്കുമ്പോഴൊക്കെ ദിക്ർ ചൊല്ലാലോ. അപ്പോൾ ദിക്ർ ചൊല്ലിയാൽ നമ്മൾ വിജയികളാകും എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇനി നമ്മൾ ദിക്ർ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന 7ാമതായിട്ടുള്ള ഗുണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സമാധാനം കിട്ടും എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിന് ദിക്ർ ചൊല്ലൽ കൊണ്ടാണ് മനസ്സുകൾ ശാന്തമാകുന്നത്, മനസ്സുകൾക്ക് സമാധാനം കിട്ടുക ദിക്ർ ചൊല്ലൽ കൊണ്ടാണ് എന്ന്. അതാണല്ലോ നമ്മൾ തങ്ങന്മാരെടുത്ത് പോയാലും ചികിത്സ ചെയ്യുന്ന ഉസ്താദുമാരെടുത്ത് പോയാലും ഒക്കെ തന്നെ അവർ പറയാ ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനൊക്കെയാണ്. അപ്പോൾ ദിക്ർ ചൊല്ലിയാലാണ് ഹൃദയത്തിന് സമാധാനം കിട്ടുക. അപ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലണം. അത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, നിത്യമായി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നമുക്ക് ചൊല്ലാം. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലാം. അതുപോലെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ നമുക്ക് ചൊല്ലാം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദിക്റുകളുണ്ടല്ലോ. ആ ദിക്റുകളൊക്കെ നമുക്ക് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്ർ ചൊല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ചൊല്ലാം. ഇങ്ങനെയുള്ള ദിക്റുകൾ നമുക്ക് ചൊല്ലാം. അങ്ങനെ നമ്മൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം കിട്ടും. പലർക്കും പല വിഷമങ്ങളും ടെൻഷനുകളും പ്രയാസങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ ദിക്ർ ചൊല്ലാൻ അങ്ങോട്ടിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിന് ഇങ്ങനെ സമാധാനം കിട്ടും എന്ന് ഖുർആനാണ് പറയുന്നത്. അപ്പോൾ ദിക്ർ ചൊല്ലി ഇരുന്നാൽ നമുക്ക് നമ്മുടെ വിഷമങ്ങൾക്കൊക്കെ പരിഹാരമാകും, മനസ്സിനൊക്കെ സമാധാനം കിട്ടും എന്ന് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി 8ാമത്തെ ഗുണം എന്താണ്? മൻ അക്സറ ദിക്റല്ലാഹി, ഒരാൾ അള്ളാഹുവിന് ധാരാളം ദിക്ർ ചൊല്ലിയാൽ ഫഖദ് ബരിഅ മിനൻ നിഫാഖി, കാപട്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. നിഫാഖ്, കപടവിശ്വാസം.
കപടവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ശരിയായ ഈമാനുള്ള മനുഷ്യനായി ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും ദിക്റ് ചൊല്ലിയാൽ എന്ന്. അപ്പോൾ ശരിയായ വിശ്വാസിയായിട്ട് മരിക്കാൻ കഴിയും. കപടവിശ്വാസി എന്ന് പറഞ്ഞാൽ ശരിയായ വിശ്വാസമില്ലാത്ത ആൾ ആണ്. ആ കൂട്ടത്തിൽ നമുക്ക് പെടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശരിയായ മുഅ്മിനായി മരണപ്പെടാൻ കാരണം ആണെന്ത്? ദിക്റ് ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ 8 നേട്ടങ്ങളാണ് ദിക്റ് ചൊല്ലുന്നവർക്ക് ലഭിക്കും, ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ദിക്റ് ചൊല്ലാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ദിക്റ് ഒരുപാട് ചൊല്ലി അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.